തമിഴ്നാട്ടിലെ കരൂരിൽ കഴിഞ്ഞ ദിവസം TVK റാലിയിൽ ഉണ്ടായ ദാരുണമായ സംഭവം 41 പേരുടെ ജീവനെടുത്ത സംഭവമാണ്. അതിൽ 10 കുട്ടികൾ 16 സ്ത്രീകളൊക്കെ ഉൾപ്പെടുന്നു. രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സംഭവം എന്ന് നമുക്കറിയാം. അത് ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് കൂടി കടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ രാഷ്ട്രീയ മോഹവുമായാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ തമിഴ്നാട്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട്, മുഖ്യമന്ത്രിയാവുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ തിരക്കിട്ട നീക്കങ്ങളാണ് വിജയുടെ നേതൃത്വത്തിൽ നടന്നു വന്നത്. പക്ഷേ അത് അടിപടലം പാളുന്നതാണ് കണ്ടത്. അതൊരു ദുരന്തത്തിൽ എത്തി നിൽക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് അത് എത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം TVKയുടെ ഒരു പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തിരുന്നു. ആ പ്രാദേശിക നേതാവിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അവിടുത്തെ MLA ആയ സെന്തിൽ ബാലാജിയെക്കുറിച്ച് പരാമർശങ്ങളുണ്ടായിരുന്നു. അയാളുടെ MLAയുടെ ഇടപെടലിനെ കുറിച്ച് ചില പരാമർശങ്ങളും ദുരൂഹതകളും ആരോപിച്ചിരുന്നു. ഇപ്പോൾ സെന്തിൽ ബാലാജി ഇന്ന് ആ ആരോപണങ്ങൾക്കുൾപ്പെടെ മറുപടിയുമായി രംഗത്ത് വരികയാണ്. ആ ബാലാജിയുടെ പ്രതികരണമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ സെന്തിൽ ബാലാജി പറയുന്നത്, ഒരു രാഷ്ട്രീയ വിവാദമാക്കി കരൂരിലെ സംഭവത്തെ മാറ്റാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നതാണ്. പാർട്ടി പരിപാടികൾക്ക് എത്തുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തം അതത് പാർട്ടികൾക്കാണുള്ളത്. പക്ഷേ TVKയുടെ പരിപാടിയിൽ ആ ഉത്തരവാദിത്തങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് സെന്തിൽ ബാലാജി ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തൊക്കെ പിഴവുകൾ അവിടെ സംഭവിച്ചു എന്നത് ചൂണ്ടിക്കാട്ടാനാണ് ഇന്ന് സെന്തിൽ ബാലാജി ഈ വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചത്. തൻ്റെ ശീലമാണ് ഈ ആളുകളെ സഹായിക്കാൻ ഓടിയെത്തുന്നത്. അത്രം വലിയ ഒരു ദുരന്തം തൻ്റെ മണ്ഡലത്തിൽ സംഭവിക്കുമ്പോൾ അവിടെ താൻ എത്തണ്ടേ എന്ന ഒരു ചോദ്യം സെന്തിൽ ബാലാജി ചോദിക്കുന്നു. അതിനുശേഷം ഒരു പരിപാടി നടത്തേണ്ടുന്ന രീതിയിലല്ല ഇവർ ഇത് നടത്തിയതെന്ന് പറയുന്നു. അവിടെ ആളുകൾ 6 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്ന സാഹചര്യമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ആ മരിച്ചു വീണ മനുഷ്യരെ എടുത്തുകൊണ്ടുപോയ ഇടങ്ങളിൽ നോക്കിയാൽ ചെരുപ്പുകളും മറ്റ് അവശിഷ്ടങ്ങളും കാണാം. അവിടെ എവിടെയെങ്കിലും നിങ്ങളൊരു വെള്ളക്കുപ്പി കണ്ടിട്ടുണ്ടോ? ഒരു ബിസ്ക്കറ്റ് കവറെങ്കിലും കണ്ടിട്ടുണ്ടോ? അത്രയും മണിക്കൂർ മനുഷ്യൻ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നിന്നതുകൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നത് ചൂണ്ടിക്കാട്ടാനാണ് ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട്, അവിടുത്തെ എന്താണ് സാഹചര്യം എന്നത് കാണിച്ചുകൊണ്ട് സെന്തിൽ ബാലാജി സംസാരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും കിട്ടാതെ കാത്തുനിന്ന മനുഷ്യരാണ് അവിടെ തളർന്നു വീഴുകയും പിന്നീട് അത് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് എത്തുകയും ചെയ്തത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കാനോ അതിൽ ഇടപെടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒഴിവാക്കാനോ TVKക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നതായിരുന്നു ഈ തെളിവുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സെന്തിൽ ബാലാജിയുടെ വാർത്താ സമ്മേളനം. അത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം ഒന്ന് നമുക്ക് കാണാം. அவங்க கேட்ட இடங்கள் முதல்ல லைட் ஹவுஸ் கார்னர், அதுல எவ்வளவு பேர் நிக்கலாம் நீங்க சொல்லுங்க. அந்த லைட் ஹவுஸ் கார்னர் ஜங்ஷன்ல அது ஒரு டர்னிங் பாயிண்ட். அது அந்த இடத்துல திரும்புற இடம் தானே அது. அந்த திரும்புற இடங்கள்ல அந்த லைட் ஹவுஸ் கார்னர்ல எவ்வளவு பேர் நிக்க முடியும்னு பத்திரிகையாளர் நீங்க தான் உலகத்துக்கு சொல்லணும். அதே மாதிரி அடுத்து கேட்டது உழவர் சந்தை. உழவர் சந்தையில எவ்வளவு பேர் நிக்க முடியும் நீங்க பாருங்க. உங்களுக்கே தெரியும், இங்க இருக்கக்கூடிய எல்லா பத்திரிகையாளருக்கும் உழவர் சந்தையில எவ்வளவு பேர் கூட்டம் நிக்க முடியும், லைட் ஹவுஸ் கார்னர்ல எவ்வளவு பேர் நிக்க முடியுங்கிறது உங்களுக்கு நல்லா தெரியும். பார்த்துட்டு அதுக்கப்புறம் வேலுசாமிபுரத்துல எவ்வளவு பேர் நிக்க முடியுங்கிறத பாருங்க. இந்த 3 இடங்கள்ல எது அதிகமான நபர்கள் நிற்க முடியும், எது அதிகமான நபர்கள் கலந்து கொள்ள முடியும், பொதுமக்களுக்கு எந்தவித போக்குவரத்தும் இடையூறு இல்லாம எந்த இடங்கள்ல அந்த கூட்டம் நடந்தா மக்களுக்கு சிரமம் இல்லாம இருக்குங்கிறது நீங்களே ஒரு கணம் சிந்திச்சு பாருங்க. ശനിയാഴ്ചയാണ് അവിടെ കരൂരിൽ ആ ദുരന്തം ഉണ്ടാകുന്നത്. 7 മണിയോടെ ആണ് വിജയ് ഏതാണ്ട് 6 മണിക്കൂർ വൈകി അവിടെ എത്തുന്നത്. അതിനുശേഷം ഈ സംഭവം ഉണ്ടായി. 38 പേരുടെ മരണം ആദ്യ ദിവസം സ്ഥിരീകരിക്കുന്നു. പിന്നീട് 3 പേർ കൂടി മരിക്കുന്നു. അങ്ങനെ മരണം 41-ലാകുന്നു. 2 ദിവസത്തിന് ശേഷം ഇന്നലെയാണ് വിജയ് ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത്. അതിൽ അങ്ങേയറ്റം വേദനാജനകമായ സംഭവമാണ് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് ഏറ്റെടുക്കുന്നുണ്ട്. തൻ്റെ പ്രവർത്തകരെ ഒന്നും ചെയ്യരുതെന്ന് DMK
സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുന്നു എന്ന് പറയുന്നു. ആളുകൾ റാലിക്കെത്തിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, അതിൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെല്ലാം വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോയാൽ കൂടുതൽ പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയതിനാലാണ് പോകാതിരുന്നത് എന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയ്ക്ക് താൻ പണം നൽകിയെങ്കിലും അത് മതിയാകില്ല എന്ന ബോധ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ടും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയാണ്. CM സാർ, കുറ്റം എൻ്റെ മേൽ വെച്ചോളൂ, പ്രവർത്തകരെ വേട്ടയാടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് അവസാനിപ്പിക്കുന്നത്. അതിൽ വളരെ വൈകാരികമായ പ്രതികരണമാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മുനയുള്ളതാണ്, ഒരു കുറ്റപ്പെടുത്തലുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ് 2 ദിവസത്തിന് ശേഷം വിജയ് പുറത്തുവിട്ടത്. പിന്തുണച്ച എല്ലാവർക്കും നന്ദിയും വിജയ് അറിയിച്ചിരുന്നു. ഇതിൽ വിജയ്ക്ക് സംഭവിച്ച വീഴ്ചകളാണ് നമ്മൾ നോക്കുന്നത്. 6 മണിക്കൂർ താമസിച്ച് ഇതുപോലെ ഒരു നേതാവ് ഒരു വേദിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഇടത്ത് തന്നെ വീഴ്ച തുടങ്ങുകയാണ്. 6 മണിക്കൂർ തന്നെ കാണണമെങ്കിൽ ആളുകൾ കാത്തു നിൽക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേരുന്ന ശീലമല്ല എന്നത് വിജയ് ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ കൃത്യസമയത്ത് എത്തുന്ന വ്യക്തിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചൊക്കെ അവരുടെ ക്വാളിറ്റിയായി പറയുന്നത് കൃത്യസമയത്ത് എത്തുമെന്നതാണ്. ആ സമയത്തിലെ കണിശത അങ്ങനെ പ്രധാനപ്പെട്ട റോളുകളിൽ ഇരിക്കുന്ന വ്യക്തികൾക്കെല്ലാം അവരുടെ ഒരു ഗുണമായി ഉയർത്തിക്കാട്ടിയിട്ടുള്ളതാണ്. അവിടെ 1ഉം 2ഉമല്ല 6 മണിക്കൂറാണ് ആളെ കൂട്ടാൻ വിജയ് ആ മനുഷ്യരെ അവിടെ നിർത്തിയത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദുരന്തത്തിന്റെ ഉത്തരവാദി വിജയാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യവും സൃഷ്ടിച്ചിരിക്കുന്നത്. 6 മണിക്കൂർ അവിടെ ആളുകളെ കാത്തു നിർത്തിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് മനസ്സിലാക്കാൻ വിജയ്ക്ക് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല. അപകടം നടന്നപ്പോൾ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് വിജയ് ചെയ്തത്. ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോയിട്ട് പോലും അതെന്താണ് എന്നത് മനസ്സിലാക്കാനോ ആ സാഹചര്യത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാനോ നിൽക്കാതെ, അതിൽ ഇടപെടാതെ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് വിജയ് ചെയ്തത്. 2 ഇടങ്ങളിൽ മാധ്യമപ്രവർത്തകർ മൈക്ക് നീട്ടിയിട്ടും ഒരു പ്രതികരണവും പോലും നടത്താതെ ഒളിച്ചോടുകയാണ് വിജയ് ചെയ്തത്. അതൊരു രാഷ്ട്രീയക്കാരന് ചേരുന്ന സമീപനമേ ആയിരുന്നില്ല. വിജയ് ആ സ്ഥലത്ത് നിൽക്കാത്തതും അവിടേക്ക് ചെല്ലാത്തതും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭയന്നാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ 2ാം നിര നേതാക്കളോ 3ാം നിര നേതാക്കളോ പ്രാദേശിക നേതാക്കളോ പോലും ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് അതിനുശേഷം ആ അപകടത്തിന് ശേഷം അവിടെ ഇടപെട്ടില്ല എന്നതാണ് വലിയ വലിയ വീഴ്ച. ഒരു രാഷ്ട്രീയ പാർട്ടിയായി TVK രൂപപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഫാൻസ് അസോസിയേഷൻ മാത്രമാണ് TVK എന്ന് പറയേണ്ടി വരും ആ സാഹചര്യം അവർ മാനേജ് ചെയ്ത രീതി കണ്ടാൽ. നമുക്കറിയാം, പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ സ്ഥലം സന്ദർശിക്കുകയും ആളുകളുടെ അടുത്തെത്തുകയും ചെയ്യുന്നത് കണ്ടതാണ്. അതിനും ശേഷം ആണ് വീഡിയോയിലൂടെ വിജയുടെ ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണം വരുന്നത്. അതിനു മുൻപ് ഒരു ഹൃദയം തകരുന്നു എന്ന ഒരു പോസ്റ്റ് മാത്രമാണ് വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. PR ടീമിന്റെ നിർദ്ദേശങ്ങളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്ന ആളല്ല താൻ എന്ന് ഏറ്റവും ഒടുക്കം അനുശോചന വീഡിയോ അല്ലെങ്കിൽ പ്രതികരണമായ വീഡിയോ ഇറക്കിയതിൽ പോലും വിജയ് തെളിയിച്ചിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി വരെ ആകാൻ കെൽപ്പുള്ള നടൻ എന്ന നിലയിലാണ് നടനിൽ നിന്നും രാഷ്ട്രീയ നേതാവായുള്ള വിജയുടെ മാറ്റത്തെ ആളുകൾ നോക്കിക്കണ്ടിരുന്നതെങ്കിൽ ആ പ്രതീക്ഷ അവർക്ക് പൂർണ്ണമായും നശിക്കുന്ന നിലയിലായി ഈ കരൂരിലെ സംഭവത്തോടെ എന്ന് വേണം കരുതാൻ. ഒരു സിറ്റുവേഷനെ, ഒരു അപകട സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്ത ഒരു വ്യക്തി എങ്ങനെ ഒരു നാട് ഭരിക്കുമെന്ന സ്വാഭാവികമായ സംശയം എല്ലാവരിലേക്കും ഈ സംഭവത്തോടു കൂടി വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു തമിഴ് രാഷ്ട്രീയത്തിന്റെ പുതിയ താരവും ഭാവി മുഖ്യമന്ത്രിയും ഒക്കെയായി കണ്ട മനുഷ്യർക്ക് തന്നെ വിജയിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തേണ്ടി വരുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്നറിയാത്ത വിജയുടെ പ്രതികരണം കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ നോവിന്റെ മുറിവുണങ്ങും മുൻപ് തന്നെ ചില രാഷ്ട്രീയ ആരോപണങ്ങളുമായി കൂടി TVK രംഗത്ത് വന്നത് അവരുടെ പക്വതയില്ലായ്മ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെ പക്വതയോടെ DMK കൈകാര്യം ചെയ്യുന്നു എന്ന് കൂടി കരുതണം. രാഷ്ട്രീയമായി ഇതിനെ കാണുന്നില്ല എന്ന് സെന്തിൽ ബാലാജി പോലും ഇന്ന് വാർത്താസമ്മേളനം നടത്തി പറയുമ്പോൾ TVK വെറും ആൾക്കൂട്ടം മാത്രമാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ ആ ഈ സാഹചര്യത്തെ അവർ രാഷ്ട്രീയമായി എങ്ങനെ പക്വതയോടെ കൂടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമ്മൾ കാണണം.
ആസൂത്രണം, മറുവശത്ത് വിജയെ സംബന്ധിച്ച് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അത് വിജയുടെ തുടക്കം മുതൽ, ഈ പരിപാടി ആസൂത്രണം ചെയ്തത് മുതൽ അതൊരു ദുരന്തത്തിലേക്ക് എത്തി. അവിടെയും തീരുന്നില്ല, അതിനുശേഷവും TVKയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളും ഇടപെടലുകളും എല്ലാം അത് ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന് ചേർന്ന വിധത്തിലായിരുന്നില്ല. ഒരു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ കഴിയാത്ത, വെറും PR ഏജൻസി പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാൾക്കൂട്ടമാണ് തങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി മോഹത്തോടുകൂടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയിയാണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കും. വിജയ്ക്കെതിരെ ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേണ്ട എന്ന DMK നേതൃത്വം തീരുമാനമെടുക്കുന്നത് അതൊരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കും എന്ന തോന്നലിൽ നിന്നാണ്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് എന്നതാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ തുടരും എന്ന് തന്നെ കരുതാം. എന്തായാലും ഈ പാപത്തിൽ നിന്ന് കൈ കഴുകുക വിജയെ സംബന്ധിച്ച് അത്ര എളുപ്പത്തിൽ കഴിയില്ല എന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ നൽകുന്ന സൂചന. വിജയിയെ നെഞ്ചിലേറ്റിയവർ പോലും വിജയെ തള്ളിപ്പറയുന്നത് അതിന്റെ ലക്ഷണങ്ങളാണ്.